അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റൗള ഷരീഫ് അത് കാണാനും കൺകുളിർക്കെ മനസ്സാസ്വദിച്ചവർ പുണ്യ സന്ദർശനം നടത്താനും ആഗ്രഹമില്ലാത്ത ഒരു സത്യവിശ്വാസിയും ഉണ്ടാവില്ല. മദീന പള്ളിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണിത്. മദീനയിലെ റൗളയിൽ പ്രവേശിക്കുക ഏതൊരു വിശ്വാസിയുടെയും അഭിലാഷമാണ്. അവിടെ വെച്ച് നിസ്കരിക്കാനും ദുആ ചെയ്യാനും ശ്രദ്ധിക്കണം. കറാഹത്തിൻ്റെ സമയമായ അസർ നിസ്കാര ശേഷമോ സുബഹിൻ്റെ ശേഷമോ റൗളയിലെത്തിയ ആൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കാം. ഖളാഅായ ഫർളോ മറ്റ് സുന്നത്തുകളോ വീട്ടാം. അല്ലാത്ത നിരുപാധിക സുന്നത്ത് ഈ സമയം പാടില്ല. മാ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. തൻ്റെ മിമ്പറിൻ്റെയും വീടിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേക കാർപ്പറ്റും തൂണിൻ്റെ അടയാളങ്ങളുമുള്ള ഈ സ്ഥലത്തിന് 22 മീറ്റർ നീളവും 15 മീറ്റർ വീതിയുമാണ്. റൗളയിൽ 19 തൂണുകളുണ്ട്. 3 മക്ബറകളും സ്ഥിതി ചെയ്യുന്ന ഹുജ്റ ഷരീഫിയും റൗളയിൽപ്പെട്ടത് തന്നെയാണ്. സ്വർഗത്തോപ്പാണെന്നതിന് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. അഥവാ ഒന്നാമത്തത് സ്വർഗത്തിലേക്ക് ഈ സ്ഥലം ഉയർത്തപ്പെടും. രണ്ടാമതായി പറഞ്ഞാൽ ഇവിടെ വെച്ചുള്ള ഇബാദത്തുകൾ സ്വർഗത്തിലേക്ക് എത്തിക്കും. മൂന്നാമത് എപ്പോഴും റഹ്മത്ത് ഇറങ്ങും. റൗളയിൽ ചെന്നാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കൽ പുണ്യകരമാണ്. അല്ലാഹുമ്മ ഇന്ന ഹാദിഹി റൗളത്തും മിൻ റിയാദിൽ ജന്ന ശറഫ്തഹ വകറംതഹ വനവ്വർതഹ ബിനൂരി നബിയിക വഹബീബിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅശ്റനാ ഫീ സുംറതിഹി വഅമിത്നാ അലാ മഹബ്ബതിഹി വസുന്നതിഹി വസ്ഖിനാ മിൻ ഹൗളിഹി വബിയദിഹി ശരീഫതി ശുർബത്തൻ ഹനീഖ ലാ നദ്മഉ ബഅദഹ അബദ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. കുറേ മിഹ്റാബുകളുണ്ട് ആ റൗളയിൽ. മസ്ജിദ് നബിയിൽ അനേകം മിഹ്റാബുകൾ കാണാം. ഒന്നാമത്തത് മിഹ്റാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്ന സ്ഥലമാണിത്. ഇന്നുള്ള രൂപത്തിൽ മിഹ്റാബുകൾ പിന്നീടാണ് നിർമ്മിച്ചത്. രണ്ടാമത്തെ മിഹ്റാബ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വികസിപ്പിച്ച ഭാഗത്ത് താൻ ഇമാമായി നിന്ന സ്ഥലത്തിന് മിഹ്റാബാണത്. മൂന്നാമത്തത് മിഹ്റാബ് തഹജ്ജുദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന സ്ഥലവും ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ വടക്കുമുള്ള മിഹ്റാബാണിത്. പച്ചക്കുബ്ബയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മസ്ജിദ് നബിയുടെ തെക്ക് കിഴക്കായി വിശുദ്ധ മക്ബറകളുടെ നേരെ മുകളിലാണ്. പഴയ കാലത്ത് തന്നെ പല വിധത്തിലായി ഇവിടെ കുബ്ബയുണ്ട്. AD 1279 എന്നുള്ള രൂപത്തിൽ കുബ്ബ നിർമ്മിക്കപ്പെട്ടത്. ആദ്യം മരം കൊണ്ടായിരുന്നു നിർമ്മാണം. 1818 കുബ്ബക്ക് ഈയം കൊണ്ട് ആവരണം നൽകപ്പെട്ടു. ഈ കുബ്ബക്ക് ആദ്യം വെള്ളയും ശേഷം നീലയും ആയിരുന്നു നിറം. 1837 പച്ച നിറം നൽകപ്പെട്ടത് എന്നാണ് ചരിത്രത്തിലുള്ളത്. പള്ളിക്കുള്ളിലുള്ളവർ ഹുജ്റ ഷരീഫിലേക്കും പുറത്തുള്ളവർ പച്ചക്കുബ്ബയിലേക്കും നോക്കൽ സുന്നത്തുണ്ടെന്ന് പല ഇമാമുകളും പറഞ്ഞിട്ടുണ്ട്. വെള്ളക്കുബ്ബയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പച്ചക്കുബ്ബയുടെ അടുത്തായി വെള്ളക്കുബ്ബ കാണാം. മിഹ്റാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മിഹ്റാബ് ഉമർ റളിയല്ലാഹു അൻഹു, മിഹ്റാബ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നീ 3 മിഹ്റാബുകൾക്ക് നേരെ മുകളിലാണ് ഈ വെള്ളക്കുബ്ബ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആ കുബ്ബക്ക് ചുറ്റുമുള്ള ചെറിയ 170ഓളം ചെറിയ കുബ്ബകൾ വേറെയുമുണ്ട്. ദ്വാരങ്ങളുടെ ഇവ നിർമ്മിക്കപ്പെട്ടതിൽ പല ലക്ഷ്യങ്ങളുമുണ്ട്. ഒന്നാമതായി വെളിച്ചം പള്ളിയിലേക്ക് ലഭിക്കുക. രണ്ടാമതായി വായു സഞ്ചാരം സുഗമമാക്കുക. മൂന്നാമതായി ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഖുത്ബയുടെയും ഖിറാഅത്തിൻ്റെയും ശബ്ദ ക്രമീകരണം. AC-യും ഫാനും സ്പീക്കറും ഇല്ലാത്ത പഴയകാലത്ത് ഇവയൊക്കെ ആവശ്യമായിരുന്നു. പല മിനാരങ്ങളുടെയും വാതിലുകളുടെയും മിഹ്റാബുകളുടെയും തൂണുകളുടെയും ജനലിൻ്റെയും പിന്നിൽ പല ചരിത്രങ്ങളുമുണ്ട്. പറയുകയാണെങ്കിൽ ധാരാളം ദൈർഘ്യം വളരെ നീണ്ടുപോകും. അള്ളാഹു ഏതായാലും ഒരു സത്യവിശ്വാസിയുടെ ആഗ്രഹം പൂവണിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ പുണ്യ റൗള ശരീഫിലെത്തിയ പുണ്യ നബിയോടൊന്ന് സലാം പറയാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.